കയ്യിലുണ്ടായിട്ടല്ല. എനിക്ക് ഒരേ ഒരു മോളാ. അവൾക്ക് ഈശ്വരാധീനം ഉണ്ടാവാൻ 1 അല്ല 9 പവൻ ഞാൻ ഭഗവതിക്ക് കൊടുക്കും. 9 എന്ന് ഞാനൊരാവേശത്തിലങ്ങ് പറഞ്ഞതാ. അത് കാര്യാക്കണ്ട. ഇതിനൊരു ചുറ്റും പിന്നെ 4 മണിയും. അത് ഞാൻ ഏറ്റു. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അത് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി ഭഗവതിയോട് അങ്ങ് പറയണം. ഇവളുടെ വിവാഹം ഈ നാട്ടുകാർ മുഴുവൻ അസൂയ കൊണ്ട് എരിപുരി കൊള്ളും വിധം ഏറ്റവും ആർഭാടമായി ഏറ്റവും നേരത്തെ നടക്കണം. അതൊരു അതിമോഹമല്ലേ പണിക്കരെ? കല്യാണം നടന്നാ പോരെ? പോരാ, അതിമോഹം തന്നെയാ. പണിക്കിരി പിശുക്കന, നാറിയ, 4 കാശ് ചെലവാക്കാൻ ഇഷ്ടക്കേടുള്ളവന എന്നൊക്കെ പറയുന്ന ചില നാട്ടുപ്രമാണികളും ചില അയൽക്കാർ ഇവിടെ ഉണ്ട്. അവരൊക്കെ അത് കാണണം. അതെനിക്ക് നിർബന്ധം. എല്ലാം നടക്കും. പണിക്കര് പ്രാർത്ഥിച്ചോ? എന്റെ ഭഗവതി. പ്രച്ഛട പ്രച്ഛട സ്വാഹാ ദഹി ദഹി. മാനാരെ, ആ പൊള്ളാച്ചി ഭാഗത്ത് പശുക്കളുടെ അങ്ങാടി നിലവാരം എങ്ങനെയുണ്ടെന്ന് ആ തമിഴ് പേപ്പറിലൊന്ന് നോക്കൂ. പണ്ട് ഞാനതൊക്കെ വായിച്ചിരുന്നതാ. കച്ചവടം പൊളിഞ്ഞപ്പോൾ നിർത്തി. പൊള്ളാച്ചി ഭാഗത്തേ ഇല്ല. തക്കല തേങ്ങാപട്ടണം ഭാഗത്തുണ്ടോ? വേണോ? വേണ്ട 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 വേണ്ട. അവിടുത്തെ പശുക്കൾക്ക് ഒരു 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 മൂരി സ്വഭാവ. പരിപ്പാട് നാലഞ്ഞെടുത്തേ. എന്തിന് തലപ്പന്ത് കളിക്കാനോ? എൻ്റെ വയറ്റ് പിടിക്കില്ല. ഞാൻ പണിക്കരുടെ അവിടെ നിന്ന് പ്രസാദവും പഴവും ഒക്കെ സുഖമായിട്ട് കഴിച്ചിട്ടാ വരണേ. ഇന്ന് പണിക്കരുടെ ഒരു പൂജ ഉണ്ടായിരുന്നു. നമ്മുടെ വെളിച്ചപ്പാട് കലക്കി ഉറഞ്ഞു തുള്ളി. തുള്ളും തുള്ളും. തുള്ളലിന്റെ കാര്യത്തിൽ നമ്മളെ വെളിച്ചപ്പാട് കളിച്ചേക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചിട്ടില്ല. ആ വൃത്തിയില്ലാത്ത വർഗം, നാണക്കേട്, സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ച് കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. അടുത്ത പഞ്ചായത്ത് കൂടട്ടെ. ഇതുങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ച് ഓടിച്ച് എരുമച്ചാണോ കലക്കി തളിച്ച് ശുദ്ധമാക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളും ഭഗവതി കാണുന്നുണ്ടാവും. അവസാനം എല്ലാം കൂടി ചേർത്ത് കെട്ടി തിരിച്ച് ഇങ്ങോട്ടൊരു കണക്യോദിക്കലുണ്ടാവും. അന്ന് ഞാൻ ശരിക്കും ഉറയും. എന്റെ ദേവയാനി, സത്യം പറ, ഇന്ന് നിങ്ങൾ ആ സ്നേഹലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? സ്നേഹലതയ്ക്കല്ല, സ്നേഹമില്ലാത്ത ലതയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇത് കലികാലമാണ്.